അതുപോലെ ലൂപ്പല്ലേ എന്താ ഒരു ഡ്രസ് വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കല്യാണം എന്ന് പറഞ്ഞ ആൾക്കാരുടെ മെയിൻ സാധനങ്ങളാണ്. അതാണ് ഒറ്റയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ആളുകളുടെ ടെൻഷൻ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒട്ടും സുഖമില്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങേറായിട്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ. മിക്ക ആളുകളും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ സക്കീറലിൻ്റെ ബ്രദറിൻ്റെ മോന് മരണപ്പെട്ടതായിരുന്നു കേട്ടോ, ഇർഷാദ്. പണ്ടൊക്കെ ഉമ്മയുടെ വീട്ടിൽ പോകുന്ന സമയത്ത്, അതേപോലെ ഷായത്തൻ്റെ കല്യാണം കഴിഞ്ഞിരുന്ന ആ സമയത്തൊക്കെ അവിടെ പോയി നിൽക്കാറുണ്ടായിരുന്നു ഞാനൊക്കെ. അന്നൊക്കെ അവന് ചെറുതാണ്, മീൻസ് ഞങ്ങൾ ഏകദേശം ഒരു പ്രായമാണ്, എന്നെക്കാളും ചെറുതായിരിക്കും അവന്. അന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര ചെറുപ്പം മുതലേ നമുക്ക് അറിയുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് പോയപ്പോൾ അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ആ സമയത്തൊക്കെ നല്ല ഹെവി റെയിൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. നമ്മുടെ കോട്ടയം, പത്തനംതിട്ട, നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറുകയും അങ്ങനത്തെ ഒക്കെ ഇടങ്ങേറും കൂട്ടിയുള്ള സമയമായിരുന്നു. നമുക്കാണെങ്കിലും അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെള്ളം വരുമോ ഇല്ലേ ആ വിഷമം, അതിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു ഇതുകൂടി. എന്തായാലും ഇപ്രാവശ്യം ഈ ഭാഗത്തൊന്നും വെള്ളം കയറൂല എന്ന് വിചാരിക്കുന്നു. കാരണം നല്ല മഴയുള്ള സമയത്ത് വരേണ്ടതായിരുന്നു. പക്ഷെ ആ മഴ അപ്പോൾ ഒന്ന് ആ ഒരു അതിൻ്റെ തീവ്രത കുറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ രക്ഷപ്പെട്ടു. ഇൻഷാ അല്ലാ ഇനി ഇല്ലാതിരിക്കട്ടെ. ഇനിയിപ്പോൾ ഓണം വരാറായി, കുട്ടികൾക്ക് ഓണം എക്സാം ആവാറായി. നമുക്കാണെങ്കിൽ കുറേ ഓണത്തിൻ്റെ ഷൂട്ടുണ്ട്, ഡ്രസ്സുകളുടെയൊക്കെ കുറേ വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ട്. അങ്ങനെ പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോയിട്ടോ. ഇനി കുറച്ചധികം പരിപാടികളുണ്ട്. ഒന്ന്, ഞാൻ കിച്ചണിലേക്ക് കുറച്ച് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ സേപ്പത് ഓപ്പൺ ചെയ്യാതെ ഇങ്ങനെ നിങ്ങൾ കൂടി കാണിച്ചത് ഓപ്പൺ ചെയ്യുന്ന വെച്ചിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാനുണ്ട്, അതുപോലെ ഒന്നൊരു ഫോട്ടോഷൂട്ടിന് പോകാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം എന്താ പറയുക, നല്ല മഴയല്ലേ, ഒരുപാട് സ്ഥലത്ത് നല്ല വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെവിടെയും ഞങ്ങൾ ഇടയ്ക്ക് പാലത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കൂട്ടോ, വെള്ളം എത്രമാത്രം ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ണിമോന് വീഡിയോ അയച്ചു തന്നപ്പോൾ അത്യാവശ്യം നല്ല പാലത്തിന് തൊട്ട് താഴത്തി കൂടി നല്ല വെള്ളം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം കുറച്ചൊന്ന് ഒതുങ്ങി, എന്നാലും ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. പല സ്ഥലത്തും നല്ല വെള്ളമൊക്കെ കയറി. ആ വെള്ളം കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ശരിക്കും അറിയാം. കാരണം നമ്മളിവിടെ 2 തവണ അത്യാവശ്യം വന്നിട്ട് വെള്ളം കയറി. കഴിഞ്ഞ തവണ പിന്നെ ജസ്റ്റ് മുറ്റം വരെ വന്നുള്ളൂ. എന്നാലും നമുക്കിത് അപ്പത്തിനും ടെൻഷനല്ലേ, നല്ലതായിട്ട് വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾ വേഗം സാധനങ്ങളൊക്കെ എടുത്തു വെക്കണോ വേണ്ടേ, അങ്ങനത്തെ ഒക്കെ ഒരു കൺഫ്യൂഷനിലായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ജാസിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ആ സ്റ്റേജ് വരെ എന്തായാലും എത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കിച്ചണിലേക്ക് പോട്ടെ, എന്നിട്ട് കുക്ക് ചെയ്തിട്ട് വേണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോ. അതിൻ്റെ മുന്നേ ഒന്ന് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേ പുതുതായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേഷ്യൽ ഓയിൽ കാണിച്ചു തരാം. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു, കുറച്ച് ദിവസമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇഷ്ടപ്പെട്ടല്ലോ, അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. ഇത് നമ്മുടെ നേച്ചർ ഷുവറിൻ്റെ ആണ് കേട്ടോ. നേച്ചർ ഷുവറിൻ്റെ പോസ് ആൻഡ് മാർക്സ് ഫേഷ്യൽ ഓയിലാണ്. ഞാൻ പറയാറില്ല, എപ്പോഴും എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫേഷ്യൽ ഓയിൽ ഇട്ട് മസാജ് ചെയ്യാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് പ്രത്യേകിച്ചും SPF 50 കൂടി ഉള്ളതായതുകൊണ്ട് നമുക്ക് ഡേ ടൈമിൽ ഒരു സ്കിൻ കെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ഓയിലാണ് കേട്ടോ. ഇത് പെട്ടെന്ന് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനൊക്കെ നല്ല സുഖം. ഇതുപോലൊരു കുറച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഹീറ്റാക്കിയിട്ട് അതുപോലെ സ്കിന്നിൽ എല്ലാ ഭാഗത്തും കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും നമ്മുടെ സ്കിന്നിൽ, ഇതിങ്ങനെ ഫുൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ഏജ് കഴിയുന്തോറും പല പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ പല ഡാമേജസ് ഉണ്ടാവില്ലേ. ഇതുപോലെ ലാർജ് പോസ്, അതുപോലെ ആക്നെ മാർക്സ്, ഫൈൻ ലൈൻസ്, ബ്ലെമിഷസ്, അതുപോലെ ഈ ഒരു ഫേഷ്യൽ ഓയിൽ ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്നൊക്കെയുള്ളൊരു സൊല്യൂഷൻ തരും കേട്ടോ. ലൈക്ക് ഒരു ലക്ഷൂറിയസ് മൾട്ടി ഓയിൽ ഫോർമുലയാണ് ഫോർ ബ്രൈറ്റർ ആൻഡ് സ്മൂത്തർ സ്കിൻ. ഇത് ക്വിക്കായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും കേട്ടോ. കാരണം ഇത് ഭയങ്കര ലേറ്റ് വെയിറ്റ് ഫോർമുലയാണ്. അതുപോലെ ഈ ഓയിലി ചിപ്പൊന്നും ആവില്ല, നോൺ ഗ്രീസി ആണ്. അതുപോലെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ഓയിൽ കൂടിയാണ് കേട്ടോ. ഞാൻ മോർണിംഗ് ഈ ഒരു ഫേസ് യോഗ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഫേഷ്യൽ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. നേച്ചർ ഷുവറിന്റെ ഈ ഒരു ഫേഷ്യൽ ഓയിൽ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ടെക്സ്ചറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും. അതുപോലെ സ്കിൻ ടോണും ഒന്ന് ഇമ്പ്രൂവ് ആവും കേട്ടോ. സ്കിന്നൊക്കെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയ പോലെ ഉണ്ടാവും. പിന്നെ കൺസിസ്റ്റൻസി മെയിൻ ആണ് കേട്ടോ. അതായത് എപ്പോഴെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. എന്തായാലും സംഗതി അടിപൊളിയാണ് കേട്ടോ. നമുക്കത് ഡെയിലി യൂസ് ചെയ്യാം. കാരണം SPF 50 കൂടി ഉള്ളതുകൊണ്ട് സൺ പ്രൊട്ടക്ഷനും കൂടിയാണ്. ബോത്ത് മെൻ ആൻഡ് വുമണിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ഓയിൽ കൂടിയാണ് കേട്ടോ. പിന്നെ നേച്ചർ ഷുവറിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊരു ട്രസ്റ്റഡ് നാച്ചുറൽ വെൽനെസ് ബ്രാൻഡ് കൂടിയാണ്. അപ്പോൾ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കിക്കോ.
അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഫേഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം വാങ്ങിക്കാനുള്ള. ഓക്കെ, ബാ കിച്ചണിലേക്ക് പോവാം. നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം ക്യുക്കായിട്ട് കേട്ടോ. ഇന്ന് നമ്മളൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് വാപ്പാക്കൊരു കല്യാണം ഉണ്ട്, അപ്പോൾ വാപ്പ പുറത്ത് പോയിക്കാണ്. അപ്പോൾ ആ തക്കം നോക്കി നമ്മളൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. റെസിപ്പിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മൂന്നും ഗ്രൈൻഡറിൽ നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ ധാരാളമായി സവാള വേണം, എല്ലാവർക്കും അറിയുന്ന പോലെ. ഇച്ചിരി തൈരിലേക്ക് വേണം, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണം, പിന്നെ മസാല ഉണ്ടാക്കാൻ വേണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉള്ളി അരിഞ്ഞു വെക്കണം, അതുപോലെ തക്കാളി. ഇത് എല്ലാം ഒന്ന് അരിഞ്ഞ് ചതച്ച് വെച്ചതിന് ശേഷം ബീഫ് ആദ്യം കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് ബീഫ് കഴുകി കുക്കറിലിട്ട് കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ് ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് അത്ര ഇട്ടിട്ട് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ്, അതുപോലെ വെളിച്ചെണ്ണ. അതിലേക്ക് എനിക്കെപ്പോഴും ഈ വലിയ ജീരകം ഒരു വീക്ക്നെസ്സാണ്. ഞാൻ കുറച്ച് വലിയ ജീരകം ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് സവാള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്ന് കിട്ടും. നല്ല അത്രയും കുഴഞ്ഞ രീതിയിലാവണം. ഉള്ളി നന്നായിട്ട് വഴന്ന് സെറ്റാവുന്ന സമയത്താണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം, ആ ഒരു സ്മെല്ല് പോകുന്നവരെ. ഈ സമയത്തൊക്കെ ഇവിടെ വീഡിയോ കോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഡി ഗ്രൂപ്പിൽ. ഇത് ഇടക്കിടക്ക് ഉണ്ടാവും. ഈവനിങ് ആണ് മിക്ക ദിവസങ്ങളും ഉണ്ടാവാറ്. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അപ്പം ഇങ്ങോട്ട് അടിച്ചു നോക്കും. ആരൊക്കെ കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഷൈത്തൊക്കെ ആ സമയത്ത് പിന്നെ അവിടുത്തെ ഓരോ തിരക്കുകളിലിരുന്നു. അപ്പോൾ അവളുണ്ടായിരുന്നില്ല, ബാക്കി ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കുറെ സൗകര്യങ്ങളുള്ളതുകൊണ്ട് എന്തൊരു സുഖമാണ് അല്ലേ. അതുപോലെ ലൂപ്പല്ലേ, എന്താ ഒരു ഡ്രസ് വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കല്യാണം എന്ന് പറഞ്ഞ ആൾക്കാരുടെ മെയിൻ സാധനങ്ങളാണ്. അതാണ് ഒറ്റയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് ആളുകളുടെ ടെൻഷൻ. അപ്പൊ എങ്ങനെ ഒരാളുടെ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് കൊടുക്കാം. എന്തിനൊന്നും അവിടെ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമയം പരിമിതം, പിന്നെ അത് ശരിയാക്കാം. നല്ല സ്ട്രെസ് ഉള്ള പണി തന്നെ. അങ്ങനെ കുറെ സംഭാഷണങ്ങളും. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി കൂടി നല്ല സ്മെല്ലൊക്കെ പോയി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ല അരയരുത്, അങ്ങനെ ചതച്ച പോലെ ഇട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ പച്ചമുളകും നന്നായിട്ട് വഴന്ന് ആ ഒരു സ്മെല്ല് പോയി സെറ്റ് ആവുന്നവരെ വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും. നല്ല എന്താ പറയുക, തക്കാളിയൊക്കെ വെന്ത് ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം. എന്നിട്ടേ ഉള്ളൂ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്ന സമയത്ത് ഞാൻ ബീഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി വേവാനുള്ളൂ. അതെല്ലാം ഞാൻ നമ്മൾ മസാലയൊക്കെ ഇട്ടു. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഗരം മസാല, പിന്നെ പുളി കൂടി നോക്കിയിട്ട് നാരങ്ങ നീര്, തൈര് ഇതൊക്കെ ചേർത്ത് ആ ടേസ്റ്റ് നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ അളവൊന്നും പറയുന്നില്ല. ആ മസാലയും കൂടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബീഫിന്റെ മസാല ആയതുകൊണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്താൽ ഒന്നുകൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഓൾറെഡി കുക്കായ ബീഫാണ്. എന്നാൽ ആ മസാലന്റെ കൂടെ ഒന്നുകൂടി വേവാൻ വേണ്ടി കുറച്ചേരം ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓണിയനാണ് കേട്ടോ. ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കണം. അത് ഞാൻ അത്യാവശ്യം നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടാണ് അതിലാണ് ഞാൻ ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ച ഡിഷ്, അതായത് ഒരു വലിയ ഡിഷ് ഉണ്ടാക്കാൻ പഠിച്ചത് ബിരിയാണി ആയിരുന്നു കേട്ടോ. അന്നൊക്കെ വാപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ കൂടെ നിന്ന് എന്തെങ്കിലും കുഞ്ഞ് അസിസ്റ്റന്റ് വർക്കൊക്കെ ചെയ്ത് കൊടുത്ത് അന്ന് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചതാണ്. എനിക്ക് ഇഷ്ടവും ബിരിയാണി ഉണ്ടാക്കാനാണ്. അപ്പോൾ ബീഫൊക്കെ കുക്കായി വന്നു. നമ്മൾ ചോറ് വേറെ തന്നെ തിളപ്പിച്ച് ഊറ്റിക്കുകയാണ് കേട്ടോ, നെയ്ച്ചോറ്. അപ്പം ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫസ്റ്റ് ബീഫിൻ്റെ മസാല ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നെയ്ച്ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി പൊരിച്ച എണ്ണ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഈ മല്ലിയിലയും അതിൻ്റെ കൂടെ ഗരം മസാല കൂടി മിക്സ് ആക്കിയിട്ട് അത് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഉള്ളി കൂടി ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സെറ്റാക്കി വെക്കുക. പിന്നെ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് അത്യാവശ്യം നല്ല കനമുള്ളൊരു മൂടി വെക്കാം. അത്രേ ഉള്ളൂ നമ്മളുടെ ബിരിയാണിയുടെ പരിപാടി. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റി അല്ലേ. പക്ഷെ പിന്നത്തെ കാര്യമാണ് ഇഷ്ടമല്ലാത്തത്. കാരണം അത് ഉണ്ടാക്കി വെച്ച പാത്രങ്ങൾ മുഴുവൻ കഴുകി വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. ഗ്ലൗസ് ഇട്ടിട്ടാണ് ഞാൻ കഴുകുന്നത്. കൈയൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. എൻ്റെ ഡിറ്റർജൻറ്റും കൂടി തട്ടിയാൽ അപ്പം തന്നെ ഒന്നും കൂടി എക്സ്ട്രാ ഡ്രൈ ആവും. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചത് ഒരു ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. നമ്മളുടെ കുപ്പിയും സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസം ഭയങ്കര മടിയായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ വർക്കുകളും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് പോവാക്കാറ്. ചില ദിവസം ഇതിനൊക്കെ
അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം. ഓക്കെ, ഡീപ്പ് ക്ലീൻ ചെയ്യുക, പുതിയ സാധനങ്ങൾ വാങ്ങിക്കുക, എന്തെങ്കിലും കുക്ക് ചെയ്യുക, അങ്ങനെ നമുക്കൊരു മാസത്തിൽ തന്നെ എത്ര സമയത്ത് ഓരോരോ സമയത്ത് ഓരോരോ മൂഡാണല്ലേ. അപ്പോൾ ഇന്ന് ഒരു ക്ലീനിങ് മൂഡായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഈ കുപ്പികളൊക്കെ മാറ്റാമെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കുപ്പികൾക്കൊന്നും ഒരു കേടുമില്ല കേട്ടോ. ഇത് എന്ന് വാങ്ങിച്ചെന്നറിയോ, ഒരു മീഷോന്ന് ഒരു തവണ എനിക്കൊരു 3-4 വർഷം മുന്നേ, 4-5 വർഷം മുന്നേ വാങ്ങിച്ചതാ. ഇപ്പോഴും ആ കുപ്പികളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ എല്ലാം കൂടി ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട്. ഇത് കിച്ചണിലേക്ക് വേണ്ടി മേടിച്ച ഓരോ ദിവസമായിട്ട് ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണ് എന്റെ കൂടി വന്നത്. ഓക്കെ, അപ്പൊ ഞാനിത് കൊടുത്തിട്ട് ഓരോന്ന് കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഇതൊന്ന് തുറന്നാലോ എന്ന് വിചാരിക്കും. പക്ഷെ തുറക്കാതെ വെച്ചിരിക്കുന്നു കേട്ടോ, നിങ്ങൾക്കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാണിച്ചു തരാം. വിയർത്ത് കുളിച്ചു. അപ്പൊ ഞാൻ അത് അവിടെ നിൽക്കട്ടെ. ഇന്ന് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. എനിക്ക് ഒരു ഡ്രസ്സിന്റെ ഷൂട്ട് ഉണ്ട് കേട്ടോ. ഒരു ഡ്രസ്സല്ല, 3 ഡ്രസ്സുകളുണ്ട്. ഇത് പിന്നെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു കല്യാണത്തിന്, എൻ്റെ എളാമാൻ്റെ മോൻ്റെ കല്യാണത്തിന് ഇട്ട ഡ്രസ്സായിരുന്നു. അന്നും അതിന്റെ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ബിനാസ് ഡിസൈനിൽ നിന്ന് ഡിസൈൻ ചെയ്ത് തന്നതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് സുഹേൽ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. എനിക്കൊന്ന് 5ാം ക്ലാസ് മുതൽ +2 വരെ ഒരുമിച്ച് ഒരു സ്കൂളിലാണ് പഠിച്ചത്. അവൻ്റെ വൈഫ് റീനു, അതുപോലെ അവൻ്റെ ഭാബി ബ്രദർ, അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പുതിയ ഓൺലൈൻ ബൊട്ടീക്ക് തുടങ്ങിയിട്ടുണ്ട്, എമിലു ബൊട്ടീക്ക്. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെ റീല് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് കൂടി ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ, അതുപോലെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനുള്ള. അപ്പം നിങ്ങൾക്കും അവരെ കോൺടാക്ട് ചെയ്തിട്ട് അടിപൊളി ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ചുരിദാറുകളുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം 2 ചുരിദാർ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാം, ഞാൻ ലാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇന്ന് ഇനി ഫ്രഷ് ആയിട്ട് ഷൂട്ടിന് പോകണം. നമ്മുടെ ഇവിടെ തൃത്താല തന്നെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ, അവിടെയാണ് ഞങ്ങൾ ഇന്ന് ഷൂട്ടിന് പോകുന്നത്. പിന്നെ വീഡിയോ എടുക്കാൻ എൻ്റെ ഫ്രണ്ട് ഷെഫീഖ് ഉണ്ട്, മൂൺലൈറ്റ് വെഡ്ഡിങ് കമ്പനി. ഞാൻ മുന്നേ ഒരുപാട് തവണ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അവൻ്റെ കൂടെ. അവന് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ പിന്നെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ അവൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഉണ്ടെങ്കിൽ ഷുവറായിട്ടും വിളിച്ചോ. കല്യാണമോ ബർത്ത്ഡേ ഫംഗ്ഷനോ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നല്ല സൂപ്പറായിരിക്കും കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ ഞാനിതാ കുറച്ച് എൻ്റെ റീൽസിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് പോസ്റ്റ് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് റീല് കിട്ടും കേട്ടോ. ഓണം ഷൂട്ടിൽ എന്തായാലും ഇവിടെ മുതലാവും കേട്ടോ. എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 മണിക്കൂറായിരുന്നു കേട്ടോ നമുക്കുള്ള സമയം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അവന് 3 റീൽസും ഒരുപാട് ഫോട്ടോസും എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ഭയങ്കര അടിപൊളിയായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇതിൽ മൂൺലൈറ്റ് ഫോട്ടോഗ്രാഫിൻ്റെയും നമ്മുടെ ഡ്രസ്സിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. പേജ് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇതെല്ലാം അൺബോക്സ് ചെയ്ത വീഡിയോ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോൾ വീഡിയോ നല്ല ലെങ്തി ആയി. ഇനി അതുകൂടി ചേർക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ എന്തായാലും അത് ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഇടാം കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അടിപൊളി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെയൊക്കെ ലിങ്കും ഒക്കെ ടാഗ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.